Hi all, welcome to ONCE. ഇന്ന് നമ്മൾ നോക്കുന്നത് 8051 മൈക്രോ കൺട്രോളർ. ഓക്കെ, ട്രേഡ്സ്മാൻ ഇലക്ട്രോണിക് സിലബസിലുള്ള ഒരു പോർഷൻ ആണ് 8051 മൈക്രോ കൺട്രോളർ. സോ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് രജിസ്റ്റേഴ്സ്. 8051ന്റെ രജിസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ബേസിക്കലി 8051ന്റെ ചെറിയ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ്, മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഡിസൈൻഡ് ബൈ Intel in 1981. അപ്പോൾ നമുക്കറിയാം 8051 മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഇന്റൽ എന്ന് പറയുന്ന കമ്പനിയാണ്. ഓക്കെ, നമുക്ക് PSCയുടെ റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാംസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഏത് ഡിസൈൻ ചെയ്തത്, ആരാണ് IC ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലേ. അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക 8051 മൈക്രോ കൺട്രോളർ ഡിസൈൻ ആൻഡ് ഡെവലപ്ഡ് ബൈ ഇന്റൽ ആണ്. ആൻഡ് ഇയർ എന്ന് പറയുന്നത് 1981 അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെയുള്ള ഫീച്ചർ എന്താണ്? ഇറ്റ് ഈസ് ആൻ 8-bit മൈക്രോ കൺട്രോളർ. അപ്പോൾ 8-bit മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ എന്താ? അറ്റ് എ ടൈം 8 bits ഓഫ് ഡാറ്റ മാത്രമാണ് അവർക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹയർ ബിറ്റ്സ് വരികയാണെങ്കിൽ അവർ എന്താ ചെയ്യുക? അത് ഡിവൈഡ് ചെയ്തിട്ട് അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് 8-bit ആക്കി എടുത്തതിന് ശേഷം മാത്രമാണ് അവർ പ്രോസസ്സ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? 40-pin ഡിപ്പ് പാക്കേജ് ആണ്. അപ്പോൾ ഡിപ്പ് പാക്കേജ് എന്ന് പറയുമ്പോഴത്തേക്കും ഡ്യുവൽ ഇൻലൈൻ പാക്കേജ് ആണ് അതിന്റെ ഫുൾ ഫോം. അപ്പോൾ ഇതും നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. ഏത് ടൈപ്പ് ഓഫ് പാക്കേജിങ്ങിലാണ് 8051 വരിക എന്ന് ചോദിച്ചാൽ അത് ഡ്യുവൽ ഇൻലൈൻ പാക്കേജിംഗ് ആണ് വിത്ത് 40 pins. ഓക്കെ, നെക്സ്റ്റ് 4 കിലോബൈറ്റ് ഓഫ് ഓൺ ചിപ്പ് റോം. മെമ്മറി ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ, മെമ്മറി ഓർഗനൈസേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം റോം, ഓൺ ചിപ്പ് റോം എന്ന് പറയുന്നത് 4 KB ആണ്. ഔട്ട് ഓഫ് 64, ആക്ച്വലി അതിന് 64 KB റോം ഉണ്ട്. അതിൽ ഓൺ ചിപ്പ് റോം എന്ന് പറയുന്നത് 4 KB ആണ്. അതേപോലെ 128 bytes ഓഫ് റാം ആണ് സ്റ്റോറേജ് പറയുന്നത്. ഓക്കെ, റാം 128 bytesഉം റോം എന്ന് പറയുന്ന ഓൺ ചിപ്പ് റോം എന്ന് പറയുന്നത് 4 KB ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് അബൌട്ട് ടൈമേഴ്സ്. അവർക്ക് എത്ര ടൈമേഴ്സ് ഉണ്ട്? ആക്ച്വലി അവർക്ക് 2 ടൈമേഴ്സ് പോസിബിൾ ആണ് അല്ലെ, ടൈമർ 0 ആൻഡ് ടൈമർ 1. ടൈമർ 0യും ടൈമർ 1ഉം പോസിബിൾ ആണ്. ഓക്കെ, അങ്ങനെ രണ്ടും എത്ര ബിറ്റ് ആണ്? അത് 16 ബിറ്റ് ഉള്ള ഇതാണ് ടൈമർ എന്ന് പറയുന്നത്. ടൈമർ 0യും ടൈമർ 1ഉം രണ്ടും 16 ബിറ്റ് ആണ് അതിനുള്ളത്. അതേപോലെ പോർട്സ്, എത്ര പോർട്സ് ആണ്? IO പോർട്സ് എത്രയുണ്ട്? മൈക്രോ കൺട്രോളർ 8051 മൈക്രോ കൺട്രോളറിന് 4 IO പോർട്സ്, 8 ബിറ്റ് ഉള്ള 4 IO പോർട്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? പോർട്ട് 0 ഉണ്ട്, പോർട്ട് 1, പോർട്ട് 2, പോർട്ട് 3. ഈ 4 പോർട്സും 8 ബിറ്റ്സ് ആണ് കോൺഫിഗർ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് അബൌട്ട് ക്രിസ്റ്റൽ ഓസിലേറ്റർ. അവർക്കൊരു ഓൺ ചിപ്പ് ക്രിസ്റ്റൽ ഓസിലേറ്റർ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻബിൽട്ട് ആയിട്ടുള്ള ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബൌട്ട് 12 megahertz. Okay, so these are the basic features of 8051 microcontroller. 8051 microcontroller പറ്റി നമ്മൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഫീച്ചേഴ്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മളത് മെയിൻലി നോക്കുന്നത് എന്താണ്? രജിസ്റ്റേഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എത്ര ടൈപ്പ് ഓഫ് രജിസ്റ്റേഴ്സ് പോസിബിൾ ആണ്? മെയിൻലി അത് ഡിവിഷൻ പോയിരിക്കുന്നത് സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്ററും ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സുമായിട്ടാണ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിന് നോക്കാം. ഓക്കെ, അപ്പോൾ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, അപ്പോൾ ആക്ച്വലി രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എന്തിനാണ്? അത് ടെമ്പററി ആ ഇൻഫർമേഷൻ ഒന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ രജിസ്റ്റേഴ്സ് ആർ യൂസ്ഡ് ഇൻ ദ CPU ടു സ്റ്റോർ ഇൻഫർമേഷൻ ഓൺ എ ടെമ്പററി ബേസിസ്. ഇപ്പോൾ ടെമ്പററി ആയിട്ട് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ രജിസ്റ്റേഴ്സ് 8051 മൈക്രോ കൺട്രോളേഴ്സിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യുന്ന ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? 8051 അക്കോർഡിംഗ് ടു 8051 ജനറലി ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ്, വൺ ഇസ് അക്യുമുലേറ്റർ, സെക്കൻഡ് വൺ ഇസ് R രജിസ്റ്റേഴ്സ്. അപ്പോൾ R രജിസ്റ്റേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് B രജിസ്റ്റർ, ദെൻ ഡാറ്റ പോയിന്റർ. അപ്പോൾ ഡാറ്റ പോയിന്റർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് DPTR എന്നാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. DPTR എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ഡാറ്റ രജിസ്റ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ഫോം എന്ന് പറയുന്നത് ഡാറ്റ പോയിന്റർ ആണ്. ഇനി അതിന് റിലേറ്റ് ചെയ്തിട്ട് പിന്നെ ഒരു ക്വസ്റ്റ്യൻ വരാവുന്നത് എത്ര ബിറ്റിന്റെ ആണെന്നാണ്. ഓക്കെ, നമുക്കത് നോക്കാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഗ്രാം കൗണ്ടർ, ദ ലാസ്റ്റ് വൺ ഇസ് സ്റ്റാക്ക് പോയിന്റേഴ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക്കലി ജനറൽ പർപ്പസിനായിട്ട് യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ്. അപ്പം അതിൽ ഏതൊക്കെയാണ് 8 ബിറ്റും 16 ബിറ്റ്സും? ഈ രണ്ടെണ്ണം ഒഴികെ, അതായത് ഡാറ്റ പോയിന്റർ DPTRഉം പ്രോഗ്രാം കൗണ്ടറും എന്താണ്? 16 ബിറ്റ്
രജിസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ബാക്കി എല്ലാം 8-bit രജിസ്റ്റേഴ്സ് ആണ്. ബാക്കി എല്ലാം എന്ന് പറയുമ്പോഴത്തേക്കും എയ്റ്റ്-bit രജിസ്റ്റേഴ്സ്. ഏതൊക്കെയാണ്? അക്യുമുലേറ്റർ, ആർ രജിസ്റ്റർ, ബി രജിസ്റ്റർ ആൻഡ് സ്റ്റാക്ക് പോയിന്റർ. അപ്പൊ ഇതെല്ലാം 8-bit ആണ്. ബാക്കി ആകെ 2 16-bit വരുന്നത്. അത് നമ്മുടെ ഡാറ്റ പോയിന്ററും പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന രജിസ്റ്റേഴ്സ് ആണ് 16-bit രജിസ്റ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ. അതായത് ജസ്റ്റ് അതിന്റെ റെപ്രസെന്റേഷൻ കാണിച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണ്? സ്റ്റാക്ക് പോയിന്റർ, എ രജിസ്റ്റർ, ബി രജിസ്റ്റർ. അപ്പൊ ആർ രജിസ്റ്റേഴ്സ് നമ്മൾ പറഞ്ഞു. അപ്പൊ ആർ രജിസ്റ്റർ എന്ന് പറയുന്നത് ആക്ച്വലി എത്രയാണ്? ഈ R0 to R7 എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന രജിസ്റ്റേഴ്സിനെയാണ് നമ്മൾ ആർ രജിസ്റ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, R0, R1, R2, R3, R4, R5, R6 ആൻഡ് R7. ടോട്ടലി 8 ആർ രജിസ്റ്റേഴ്സ് പോസിബിൾ ആണ്. അതെല്ലാം 8-bit രജിസ്റ്റേഴ്സ് ആണ്. നെക്സ്റ്റ് അഗെയിൻ എന്താണ്? DPTR. DPTR നമ്മൾ ഹയർ ബിറ്റും ലോവർ ബിറ്റും ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. 16-bit രജിസ്റ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ 16-bit രജിസ്റ്ററിൽ അത് ആക്ച്വലി എന്തിനാണ് DPTR യൂസ് ചെയ്യുന്നത്? DPTR നമ്മൾ യൂസ് ചെയ്യുന്നത് എക്സ്റ്റേണൽ മെമ്മറി ആക്സസിന് വേണ്ടിയിട്ടാണ് DPTR യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ മെമ്മറി എന്ന് പറയുമ്പോഴത്തേക്ക് അത് എത്ര ബിറ്റ് ആയിരിക്കും? അത് 16-bit ആയിരിക്കും. അതിൽ തന്നെ നമ്മൾ ഹയർ ബിറ്റും ലോവർ ബിറ്റും ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. DPH എന്ന് പറയുന്നത് ഹയർ ബിറ്റും ആൻഡ് DPL എന്ന് പറയുന്നത് ലോവർ ബൈറ്റും ആണ്. ഓക്കെ, നെക്സ്റ്റ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് അഗെയിൻ അതൊരു 16-bit രജിസ്റ്റർ ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, അതിന് മുമ്പ് ആ ഡീറ്റെയിലിംഗ് ഒന്നും പറയാം. അക്യുമുലേറ്റർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ അരിത്മെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസിന് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ അക്യുമുലേറ്റർ എന്ന് പറയുന്ന രജിസ്റ്റർ. അപ്പൊ അക്യുമുലേറ്റർ രജിസ്റ്റർ ഇല്ലെങ്കിൽ നമ്മുടെ റിസൾട്ട്, ഇപ്പൊ അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുന്ന റിസൾട്ട്സ് മെയിൻ മെമ്മറിയിലേക്കായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. പക്ഷെ മെയിൻ മെമ്മറിയിലേക്കുള്ള ആക്സസ് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ടെമ്പറലി അക്യുമുലേറ്റർ രജിസ്റ്റർ യൂസ് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അക്യുമുലേറ്റർ രജിസ്റ്ററിലോട്ടുള്ള ആക്സസ് ടൈം എന്ന് പറയുന്നത് കുറവാണ്. സോ നമ്മൾ അക്യുമുലേറ്റർ ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ, എന്തെങ്കിലും അരിത്മെറ്റിക് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ലോജിക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് അക്യുമുലേറ്ററിലായിരിക്കും. നെക്സ്റ്റ് ആർ രജിസ്റ്റേഴ്സ്. അപ്പൊ ആർ രജിസ്റ്റർ ഇപ്പൊ പറഞ്ഞു, നമുക്ക് 8 ആർ രജിസ്റ്റേഴ്സ് ഉണ്ട്. R0 to R7 ആണ്. ഓക്കെ, R0, R1 ഓക്കെ അപ് ടു R7 വരെ പോകുന്ന രജിസ്റ്റേഴ്സ് ആണ്. അത് എന്തിനാണ്? ടെമ്പററിലി നമ്മളെ ഓപ്പറേഷൻസിന്റെ ഒക്കെ യൂസ് ചെയ്യാൻ. ഓപ്പറേഷൻ അതായത് എന്തെങ്കിലും അരിത്മെറ്റിക് ഓപ്പറേഷൻ്റെ സമയത്ത് നമുക്ക് ടെമ്പററിലി ഒരു വാല്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാല്യൂസ് അല്ലെങ്കിൽ ഒരു റിസൾട്ട് സ്റ്റോർ ചെയ്തത് മൂവ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിലോ അങ്ങനെയുള്ള കേസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മൂവ് A,R3 എന്ന് പറഞ്ഞാൽ എന്താ? R3യിലുള്ള വാല്യൂ നമ്മൾ A എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യാണ്. A എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അക്യുമുലേറ്റർ. അപ്പോൾ R3യിൽ നമ്മളൊരു പെർട്ടിക്കുലർ വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, R3യിൽ ഞാനിപ്പോൾ 33H ഹെക്സ് വാല്യൂ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. 33H എന്നുള്ളൊരു ഹെക്സ് വാല്യൂ R3യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ എന്താ ചെയ്യുന്നത്? Aയിലേക്ക് മൂവ് ചെയ്യുവാണ് ചെയ്യുന്നത്. മൂവ് A,R3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്പറേഷൻ എന്താണ്? ദിസ് ഇസ് എക്സാമ്പിൾ നമ്പർ 1. എക്സാമ്പിൾ നമ്പർ 2 എന്താണ്? ആഡ് A,R4. സിമിലർലി ഇപ്പൊ R4ൽ ഞാനൊരു വാല്യൂ വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ R4ൽ എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 01H ആണെങ്കിൽ എന്താ ചെയ്തത്? ആഡ് A,R4 എന്ന് പറഞ്ഞാൽ എയിൽ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എയിൽ ഏതെങ്കിലും ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടെങ്കിൽ ആ റിസൾട്ടിന്റെ കൂടെ R4 എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്തിട്ട് റിസൾട്ട് എവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്? അഗെയിൻ ദ റിസൾട്ട് വിൽ ബി സ്റ്റോർ ഇൻ A രജിസ്റ്റർ. ഓക്കെ, അപ്പൊ A പ്ലസ് R4 ചെയ്തതിന് ശേഷം ദ റിസൾട്ട് ഇസ് അഗെയിൻ സ്റ്റോർഡ് ഇൻ A രജിസ്റ്റർ. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്ട്രക്ഷൻ സെറ്റ്സിന്റെ കാര്യമൊന്നും പറയുന്നില്ല. ജസ്റ്റ് അതിന്റെ എക്സാമ്പിൾ, അതായത് രജിസ്റ്റർ യൂസ് ചെയ്യുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് ബി രജിസ്റ്റർ. അപ്പൊ ബി എന്ന് പറയുന്ന രജിസ്റ്റർ എന്താ? എഗെയിൻ അതൊരു 8-bit രജിസ്റ്റർ തന്നെയാണ്. പക്ഷെ അത് മെയിൻലി യൂസ് ചെയ്യുന്നത് 2 ഇൻസ്ട്രക്ഷൻസിന്റെ കേസിലാണ്. ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഇൻസ്ട്രക്ഷൻ ആൻഡ് ദ അതർ വൺ ഇസ് div. ഡിവിഷനും മൾട്ടിപ്ലിക്കേഷന്റെയും ഇൻസ്ട്രക്ഷൻസിന്റെ കേസിലാണ് നമ്മൾ ബി എന്ന് പറയുന്ന രജിസ്റ്റർ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നതിന്റെ ഇൻസ്ട്രക്ഷൻ എന്താണ്? mul AB. അതേപോലെ ഡിവിഷന്റെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് div
AB. So this is about the general purpose registers. Mainly വരുന്ന general purpose registersന്റെ divisions ആണ്, അല്ലെങ്കിൽ അതിൽ വരുന്ന ടൈപ്പ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് ഇസ് സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ. അപ്പോൾ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ വേറൊരു നെയിമിംഗ് എന്ന് പറയുന്നത് ഫ്ലാഗ് രജിസ്റ്റർ എന്നാണ്. ഓക്കെ, അപ്പം അതിൽ ഓരോ ബിറ്റ്സിനും ഓരോ പെർട്ടിക്കുലർ കണ്ടീഷൻസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതും നമ്മൾ ഓപ്പറേഷൻസ്, എന്തെങ്കിലും അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ പറയുന്നത്. അപ്പോൾ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ ആക്ച്വലി ഈസ് കോൾഡ് പ്രോഗ്രാം സ്റ്റാറ്റസ് വേർഡ്. PSW രജിസ്റ്റർ എന്ന് പറയുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലാഗ് രജിസ്റ്റർ. അപ്പോൾ അഗെയിൻ PSW സ്പെഷ്യൽ പർപ്പസ് രജിസ്റ്റർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 8-bit. ഓക്കെ, സോ അപ്പോൾ അതിന്റെ ബിറ്റ് റെപ്രസെന്റേഷൻസ് നോക്കാം. അപ്പോൾ ഇതാണ് അതിന്റെ ബിറ്റ്, ഓരോ ബിറ്റിലും വരുന്ന കണ്ടീഷൻസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് PSW0, this is PSW1, PSW2, PSW3, PSW4, PSW5, PSW6 and PSW7. So totally 8 bits ഉണ്ട്. അതിൽ ഓരോ ബിറ്റ് പൊസിഷൻസ് ആണ് കാണിച്ചത്. 0th പൊസിഷൻ, 1st പൊസിഷൻ, 2nd പൊസിഷൻ, 3rd, 4th, 5th, 6th and 7th പൊസിഷൻസ് ആണ് ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ 2 യൂസർ ഡിഫൈൻഡ് ആണ്. ഓക്കെ, 2 നമ്മൾ അൺയൂസ്ഡ് ആയിട്ട് വെക്കുന്നുണ്ട്. 2 പിൻസ് ഏതൊക്കെയാണ്? PSW1 നും PSW5 എന്ന് പറയുന്ന ബിറ്റ് പൊസിഷൻസ് നമ്മൾ അൺയൂസ്ഡ് ആയിട്ടാണ് വെക്കുന്നത്. ഓക്കെ, ബാക്കി എത്രയാണ്? ബാക്കി 4 പിൻസ് മാത്രമാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, 2 അൺയൂസ്ഡ് ബിറ്റ്സ് ആണ് ആൻഡ് ഇറ്റ് ഈസ് യൂസർ ഡിഫൈൻഡ് ഫ്ലാഗ്സ്. നെക്സ്റ്റ് അതേപോലെ 4 ബിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. മൊത്തം 8 ഉണ്ട്, ടോട്ടലി 8 ഉണ്ട്. അതിൽ 6 ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ആ 6ലുള്ള തന്നെ 2 എന്ന് പറയുന്നത് അൺയൂസ്ഡും ബാക്കി 4 എന്ന് പറയുന്നതിൽ എന്താണ്? കണ്ടീഷണൽ ഫ്ലാഗ്സ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ കണ്ടീഷണൽ ഫ്ലാഗ്സ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിക്കേറ്റ് എ കണ്ടീഷൻ വിച്ച് റിസൾട്ട്സ് ആഫ്റ്റർ ആൻ ഇൻസ്ട്രക്ഷൻ. ഒരു പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം അതിലുള്ള ബിറ്റിലുള്ള ചേഞ്ചസ് ആണ് ആ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ മെയിൻ ആയിട്ട് വരുന്ന കണ്ടീഷണൽ ഫ്ലാഗ്സ് ഏതൊക്കെയാണ്? 1 is ക്യാരി ഫ്ലാഗ്, ഓക്സിലറി ക്യാരി, പാരിറ്റി, ഓവർഫ്ലോ. ആൻഡ് അതർ 2 എന്ന് പറയുന്നത് നമുക്ക് രജിസ്റ്റേഴ്സ് സെലക്ട് ചെയ്യാനായിട്ട്, രജിസ്റ്ററിന്റെ ബാങ്ക് സെലക്ട് ചെയ്യാനായിട്ടാണ്. അപ്പൊ നമുക്ക് നോർമലി എത്ര ബാങ്ക്സ് ഉണ്ട്? 4 ബാങ്ക്സ് ആണുള്ളത്. അപ്പോൾ ഈച്ച് ബാങ്കിലും 8 രജിസ്റ്റേഴ്സ് പോസിബിൾ ആണ്. ഓക്കെ, നമുക്ക് ഓരോ ബിറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ക്യാരി എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു അഡീഷൻ ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യുന്ന ക്യാരി, ഇപ്പോൾ ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്യാരി ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആഡ് ഓപ്പറേഷൻ ചെയ്ത് ക്യാരി ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത് സെറ്റ് ആയിരിക്കും. ഓക്സിലറി ക്യാരി എന്താണ്? ഓക്സിലറി ക്യാരി ആക്ച്വലി ഇപ്പോൾ നമ്മൾ 8 ബിറ്റ്സ് ഓഫ് ഡാറ്റ, ടോട്ടൽ 8 ബിറ്റ്സ് ആണ്. അതിൽ 4 ബിറ്റ്സ് ഇവിടെയും 4 ബിറ്റ്സ് ഇവിടെയും വരും അല്ലേ. അങ്ങനെയല്ല നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ 2 4 ബിറ്റ്സ് ഓഫ് ഡാറ്റ ആഡ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം 0 0 1 1 0 0 0 0 0 1 1 0 0 0. അപ്പം ഇത് ആഡ് ചെയ്ത് എന്താ വരിക? ഇങ്ങനെയല്ലേ വരുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ജനറേറ്റ് ചെയ്യുന്ന, അതായത് 4 ബിറ്റ്സ് കഴിഞ്ഞിട്ട് ജനറേറ്റ് ചെയ്യുന്ന ക്യാരി, ഇൻ ബിറ്റ്വീനിൽ ജനറേറ്റ് ചെയ്യുന്ന ക്യാരിനെയാണ് നമ്മൾ ഓക്സിലറി ക്യാരി എന്ന് പറയാം. അപ്പോൾ ഇത് നമ്മുടെ ഇവിടെ എന്താണ്? ഈ കേസിൽ ഒരു ഓക്സിലറി ക്യാരി ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓക്സിലറി ക്യാരി എന്ന് പറയുന്ന ഫ്ലാഗ് സെറ്റ് ആയിരിക്കും. ഈ കേസിൽ ഒരു ക്യാരി ഫ്ലാഗ് വരുന്നുണ്ടോ? ക്യാരി ഫ്ലാഗ് വരുന്നുണ്ടോ നോക്കിയാൽ യെസ്, ക്യാരി ഫ്ലാഗും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ക്യാരി ഫ്ലാഗ്. സോ ക്യാരി ഫ്ലാഗിന്റെ സെറ്റ് ആകും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? പാരിറ്റി. സോ പാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓഡ് നമ്പർ ഓഫ് വൺസ്, നമ്മുടെ റിസൾട്ടിൽ ഓഡ് നമ്പർ ഓഫ് വൺസ് വരുന്നുണ്ടെങ്കിൽ അത് പാരിറ്റി ഫ്ലാഗും സെറ്റ് ആകുന്നുണ്ടെന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓവർഫ്ലോ. ഓവർഫ്ലോ എന്ന് പറയുന്നത് എഗെയിൻ നമ്മുടെ ഈ ബിറ്റ് 8 ബിറ്റ്സിനേക്കാൾ കൂടുതൽ ജനറേറ്റ് ചെയ്യുന്ന കേസിലാണ് നമ്മൾ ഓവർഫ്ലോ ഫ്ലാഗ് സെറ്റ് ആവുന്ന കേസ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് RS0 RS1. നേരത്തെ പറഞ്ഞു നമുക്ക് രജിസ്റ്റർ ബാങ്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ RS0യും RS1ഉം. ഓക്കെ,
നമുക്കൊരു എക്സാമ്പിൾ ബേസ് ചെയ്തിട്ട് ഇപ്പം ജസ്റ്റ് പറഞ്ഞു, എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു, അതേപോലെ നമുക്കൊരു എക്സാമ്പിളും കൂടി കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഓരോ ഫ്ലാഗിന്റെ പൊസിഷൻസ് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ 38H എ എന്ന് പറയുന്ന രജിസ്റ്റർ അക്യുമുലേറ്ററിലേക്ക് നമ്മൾ 38H ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ ദാറ്റ് മീൻസ് എയിൽ എന്താ വരിക? 38H എന്ന് പറയുമ്പോഴത്തേക്കും 0 0 1 1 1 0 0 1 സോറി 0 8 അല്ലേ, 3 8. നെക്സ്റ്റ് വൺ എന്താണ്? ആഡ് എ കോമ ഹാഷ് 2FH. അപ്പൊ ഈ ഹാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മീഡിയറ്റ് വാല്യൂ ലോഡ് ചെയ്യുന്നു എന്നാണ് അർത്ഥം അല്ലേ? സോ ഇമ്മീഡിയറ്റ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേക്കും 38 ഡയറക്ട്ലി എ എന്ന് പറയുന്ന രജിസ്റ്ററിലേക്ക് ലോഡ് ചെയ്യാണ്. അടുത്ത ഓപ്പറേഷൻ എന്താണ്? എയിലുള്ള കണ്ടന്റ്, എയിലുള്ളത് എന്താണ്? 38H ആണ് എയിലുള്ള കണ്ടന്റ്. ആ കണ്ടന്റിന്റെ കൂടെ നമ്മൾ എന്താണ് ഇമ്മീഡിയറ്റ് വാല്യൂ കൊടുക്കുന്നത്? എന്താ? 2FH. അപ്പൊ 2FH ആഡ് ചെയ്യാനാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ ഇതിൽ വരുന്നത് 2 അല്ല വരുന്നത്. സോ 0 0 1 0. എഫ് എന്ന് പറയുമ്പോഴത്തേക്കും 4 ബിറ്റ്സും 1 ആയിരിക്കും. സോ ഇത് ആഡ് ചെയ്താൽ എന്താ വരിക? 1 1 1 0 1 1 സോറി this is also 0 1 1 1 1 and 0. അപ്പൊ നമ്മുടെ ഏതൊക്കെ ഫ്ലാഗ് സെറ്റ് ആവുന്നത് നമുക്കറിയാം. ക്യാരി ഫ്ലാഗ് എന്ന് പറയുന്നത് ഇവിടെ 0 വരും. നെക്സ്റ്റ് ഓക്സിലറി ക്യാരി ഉണ്ടോ? ഓക്സിലറി ക്യാരി എന്ന് പറയുന്നത് സെറ്റ് ആയിരിക്കും. അതേപോലെ പാരിറ്റി ബിറ്റ്, പാരിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് പറഞ്ഞു ഓഡ് നമ്പർ ഓഫ് വൺസ് വരുന്ന കേസിലാണ് പാരിറ്റി ഫ്ലാഗ് സെറ്റ് ആവുന്നത്. ഇവിടെ ഓഡ് നമ്പർ ഓഫ് വൺസ് ആണോ? 1 2 3 4 5. ഓക്കെ, ഓഡ് നമ്പർ ഓഫ് വൺസ് വന്നിരിക്കുന്നത് കൊണ്ട് എഗെയിൻ ഇവിടെ പാരിറ്റി ഫ്ലാഗ് എന്ന് പറയുന്നത് സെറ്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇനി ഇപ്പൊ റിമൈനിങ് ഇനി വരുന്ന ഏതൊക്കെയാണ്? നമ്മൾ ഈ കേസ് ക്യാരി പറഞ്ഞു, ഓക്സിലറി ക്യാരി പറഞ്ഞു, പാരിറ്റി പറഞ്ഞു, ഓവർഫ്ലോന്റെ കേസ് പറഞ്ഞു. നെക്സ്റ്റ് എന്ന് പറയുന്നത് RS1 ആൻഡ് RS0. സോ RS1ഉം RS0ന്റെ പൊസിഷൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബിറ്റ് പൊസിഷൻസ്. അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ്. ഈ രജിസ്റ്റർ സെലക്ട് ചെയ്യുന്ന ബിറ്റ് പൊസിഷൻ PSW രജിസ്റ്ററിന്റെ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ ബിറ്റാ? 4th ബിറ്റും 3rd ബിറ്റും ആണ് നമ്മൾ രജിസ്റ്റർ ബാങ്ക് സെലക്ട് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമുക്ക് വേണ്ട പൊസിഷൻസ് ഒക്കെയാണ് 0 0 ആണെങ്കിൽ സെലക്ട് ചെയ്യുന്ന രജിസ്റ്റർ ബാങ്ക് ഏതാണ്? 0th ആയിട്ടുള്ള രജിസ്റ്റർ ബാങ്ക് ആണ് സെലക്ട് ചെയ്യുന്നത്. അതേപോലെ RS1 RS2 എന്ന് പറയുന്നത് 0 1 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന രജിസ്റ്റർ ബാങ്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ബാങ്ക് ആയിരിക്കും. ആൻഡ് 1 0 ആണെങ്കിൽ സെക്കൻഡ് ബാങ്ക്, 1 1 ആണെങ്കിൽ തേർഡ് ബാങ്ക്. അപ്പൊ ടോട്ടൽ എന്ന് പറയുമ്പോൾ എത്രയാണ്? നമുക്ക് 4 രജിസ്റ്റർ ബാങ്ക്സ് പോസിബിൾ ആണ്. ആൻഡ് ഈച്ച് ബാങ്കിന് എത്രയാണ്? ഈച്ച് ബാങ്കിന് 8 രജിസ്റ്റേഴ്സ് ഉണ്ട്. 8 R രജിസ്റ്റേഴ്സ്, അതായത് R0 to R7 പോസിബിൾ ആണ് ഫോർ ഈച്ച് 4 രജിസ്റ്റേഴ്സ്. ഓക്കെ, ഓരോ രജിസ്റ്ററിന്റെ മെമ്മറി അഡ്രസ്സിംഗ് ആണ് ഈ ടേബിളിൽ കാണിച്ചിട്ടുള്ള അഡ്രസ് പൊസിഷൻ. ഇപ്പോൾ ഓരോ രജിസ്റ്റേഴ്സിനും സെപ്പറേറ്റ് ആയിരിക്കും അതിന്റെ അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് രജിസ്റ്റേഴ്സ്. ഓക്കെ, നമുക്കിത് ഈ ടോപ്പിക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് സെഷൻസ് വിത്ത് അനദർ ടോപ്പിക്. താങ്ക് യു.